Hello friends, good morning to all. It's me, Juna Jiju from Ambadi Online Tutorial. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പോൾ 10th എക്സാം എഴുതി റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ അവരുടെ പേരൻസും അതുപോലെ ഇനി 10th എഴുതാൻ പോകുന്ന പേരൻസും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി. നമ്മൾ 10th കഴിഞ്ഞാൽ ഏത് സബ്ജക്റ്റ് സെലക്ട് ചെയ്യണം, ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം, അതായത് +2-ന് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, കമ്പ്യൂട്ടർ സയൻസ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ആണുള്ളത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ 10th കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഏത് ജോബാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ള ഒരു എയിം വയ്ക്കുക. എയിം വെച്ചിട്ട് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടി. അല്ലാതെ അടുത്ത വീട്ടിലെ കുട്ടി സയൻസ് ആണ് എടുക്കുന്നത് അതുകൊണ്ട് നീ സയൻസ് എടുത്തോ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് സയൻസ് എടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് സയൻസ് മതി, അല്ലെങ്കിൽ എനിക്ക് കൊമേഴ്സ് മതി, എനിക്ക് മാർക്ക് കുറവാണ് അതുകൊണ്ട് എനിക്ക് ഹ്യൂമാനിറ്റീസ്, അങ്ങനെ ചിന്തിക്കാതെ അതായത് സയൻസിൽ മെയിനായിട്ട് വരുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ടാവും, അത് ഹിന്ദി ഓർ മലയാളം, അതുപോലെ ഇംഗ്ലീഷ് ആയിരിക്കും ഫസ്റ്റ് ലാംഗ്വേജ് ഉണ്ടാവുക, അതായിരിക്കും ഉണ്ടാവുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് സയൻസ് നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സയൻസ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് 2 വിധത്തിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ സബ്ജക്റ്റ്, നിങ്ങൾക്ക് ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതാ, നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുമോ. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, അതുപോലെ കമ്പ്യൂട്ടറിനോടും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിലേക്ക് പോകാം. അതേസമയം നിങ്ങൾക്ക് ബയോളജി ഈസിയാണ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധാരണ റെഗുലർ സയൻസിലേക്ക് പോകാം. ഇനി നിങ്ങൾക്ക് ഒരു ബിസിനസ് ഫീൽഡിലേക്കാണ് പോകേണ്ടത്, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് ഫീൽഡിലേക്കാണ് പോകേണ്ടതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൊമേഴ്സാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ്. അതുപോലെ ഹ്യൂമാനിറ്റീസ് നിങ്ങൾക്ക് മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി അതിനോടൊന്നും വലിയ താല്പര്യമില്ല, അതൊന്നും പഠിക്കാൻ വലിയ ഇഷ്ടമില്ല, അത് നിങ്ങൾക്ക് ഭയങ്കര ടഫാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമല്ല നിങ്ങൾക്ക് ഒരു ടീച്ചിങ് ഫീൽഡിലേക്ക് പോകണം. അതൊന്നും പഠിക്കാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് ടീച്ചിങ് ഫീൽഡ് ഈസിയാണ് വേണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഹ്യൂമാനിറ്റീസ് എടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്താ പറയുക, സോഷ്യോളജി അതുപോലെയുള്ള സോഷ്യൽ സബ്ജക്ട്സിൻ്റെ ബി.എഡ് ചെയ്യാനുള്ള സാധ്യത പറ്റും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് ഏത് ജോലിയിലേക്കാണ്, ഏത് ഫീൽഡിലേക്കാണ് നിങ്ങൾ ഫ്യൂച്ചർ വേണ്ടത് എന്നുള്ളത്. അതിനുശേഷമാണ് നിങ്ങൾ സയൻസ് ആണോ സെലക്ട് ചെയ്യേണ്ടത്, കൊമേഴ്സ് ആണോ അതോ ഹ്യൂമാനിറ്റീസ് ആണോ കമ്പ്യൂട്ടർ സയൻസ് ആണോ എന്ന തീരുമാനം ഇപ്പം തന്നെ എടുത്തു വയ്ക്കുക. അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കാരണം നമ്മൾ ഇഷ്ടത്തിന് വേണം, അതുപോലെ നമ്മൾ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ട് വേണം നമ്മൾ പഠിക്കാൻ. എന്നാൽ മാത്രമേ നമുക്ക് സക്സസ് ആയിട്ട് ജോബ് ചെയ്യാൻ പറ്റൂ. അപ്പം നിങ്ങളെ ഫീൽഡ് നിങ്ങൾ +2 കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഏത് ഫീൽഡിലേക്ക് പോകണം എന്നുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ആ ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കുമോ, എന്തൊക്കെയായിരിക്കും ജോബ് ഉണ്ടാവുക, അതിനെക്കുറിച്ചൊക്കെ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡിലേക്ക് പോയാൽ നിങ്ങൾക്ക് ബ്രൈറ്റ് ഫ്യൂച്ചർ ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പല ഡിപ്രഷൻസ്, അതുപോലെ സൂയിസൈഡ്, ജോബിൻ്റെ ഇതുകൊണ്ട് പ്രഷർ കൊണ്ട് സൂയിസൈഡ് ചെയ്തു, ഇങ്ങനെയുള്ള ഇതൊന്നും നമുക്ക് കേൾക്കാതിരിക്കണമെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡിലേക്ക് ഇടുക. അവർക്ക് ഇഷ്ടപ്പെട്ട ജോബിലേക്ക് അവരെ വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷകരമായ ഫ്യൂച്ചറായി നല്ല സന്തോഷകരമായി ജീവിക്കാം. ഓക്കെ, താങ്ക് യു.